നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച് 3 ആഴ്ച പിന്നിടുമ്പോൾ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനയുള്ള അമേരിക്കയ്ക്ക് വൻ ആയുധ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ബ്ലൂംബർഗ് പുറത്തുവിടുന്നത്. 16 യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് ഇതുവരെ നഷ്ടമായത്. ഇതിൽ അത്യാധുനിക F-15 ജെറ്റുകളും ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും ഉൾപ്പെടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ അഭിമാനമായ 3 F-15 ഈഗിൾ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടത്. എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഇവ ഇറാൻ വെടിവെച്ചിട്ടതല്ല, മറിച്ച് കുവൈറ്റിൽ വെച്ച് നടന്ന ഒരു ഫ്രണ്ട്ലി ഫയർ അപകടത്തിലാണ് ഇവ നഷ്ടമായത് എന്നാണ് സൂചന. അതായത് അബദ്ധത്തിൽ സ്വന്തം ഭാഗത്തു നിന്നുണ്ടായ വെടിവെപ്പിൽ ഈ വിമാനങ്ങൾ തകർന്നു. ഇതുകൂടാതെ ഒരു KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം ഇറാഖിന് മുകളിൽ വെച്ച് മറ്റൊരു വിമാനവുമായി കൂട്ടിയിടിച്ച് തകർന്നു. ഇതിലുണ്ടായിരുന്ന 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നതും വലിയൊരു തിരിച്ചടിയാണ്. സൗദി അറേബ്യയിലെ ബേസിൽ വെച്ച് നടന്ന ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ മറ്റ് 5 ടാങ്കർ വിമാനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഡ്രോണുകളുടെ കാര്യത്തിലാണ്. ഏകദേശം 10 MQ-9 റീപ്പർ ഡ്രോണുകളാണ് തകർന്നത്. ഇതിൽ 9 എണ്ണവും ഇറാൻ്റെ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് വെടിവെച്ചിട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനമായ F-35 ലൈറ്റ്നിംഗ് II സംബന്ധിച്ചാണ്. ഇറാൻ്റെ ആക്രമണത്തിൽ ഒരു F-35 യുദ്ധവിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും അത് എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. അമേരിക്കൻ വ്യോമസേനയുടെ ആധിപത്യത്തിന് മേൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ലെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കത്തിൽ അമേരിക്ക നേരിടുന്നത് വലിയ പ്രതിരോധമാണ്. ഇറാൻ്റെ മിസൈൽ സാങ്കേതിക വിദ്യയും അവരുടെ ഡ്രോൺ പ്രതിരോധവും അമേരിക്കൻ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. സാങ്കേതിക തകരാറുകൾ കൊണ്ടും മനുഷ്യസഹജമായ പിഴവുകൾ കൊണ്ടും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുന്നത് യുദ്ധമുഖത്ത് സാധാരണമാണെങ്കിലും ഇത്ര ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 16 വിമാനങ്ങൾ നഷ്ടപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസ തകർച്ചയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ യുദ്ധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.